Hi, Assalamu Alaikkum friends. This is a mean mulaku vattichathu ഉണ്ടാക്കി വെക്കാലോ. നമുക്ക് അയില വെച്ച് നല്ലൊരു എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത്. അതും അതിന്റെ കൂടെ തന്നെ നല്ല അയില ഫ്രൈയും ആണ് ഇത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അയില നന്നായി വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 തക്കാളി വേണം. 2 തക്കാളി, കുറച്ച് ചുമന്നുള്ളി, ഒരു 10-15 ചുമന്നുള്ളി, ഞാനൊരു ചെറിയ സവാളയും കൂടി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു 3 കുടംപുളി, പിന്നെ പൊടികൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയാണ് ഇതിന് വേണ്ടത്. നന്നായി ചൂടായി നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ കൊടുക്കാം. അതിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പതിയെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് പതിയെ മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ചുമന്നുള്ളി, സവാള, പച്ചമുളക് ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയും പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടി ആദ്യം തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. സവാള നന്നായി വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇപ്പോൾ തക്കാളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന വെള്ളവും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ആ തക്കാളിയുടെ പച്ച ടേസ്റ്റൊക്കെ പോകുന്നവരെ നമ്മൾ അത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇനി ഇടയ്ക്ക് ഒന്ന് പതിയെ ഇളക്കി കൊടുത്താൽ മതി. മീൻ ഉടഞ്ഞു പോകാതെ നോക്കണേ. അപ്പോൾ ഇളക്കുമ്പോൾ പതിയെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വേപ്പില ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവറും കൂടി കിട്ടും. ഇപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നോക്കാം. ഒരു ചെറിയ സിമ്പിൾ റെസിപ്പിയാണ്. ഒരു മുളക് എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചൊരു ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പുളിപ്പൊക്കെ വരും നമ്മളുടെ മസാലപ്പൊടി. ഇനി നമ്മൾ വേപ്പില ഉണ്ടെങ്കിൽ 2-3 വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് അടിച്ച് പേസ്റ്റ് പോലെ ആക്കാം. ഇനി നമുക്ക് ഈ മീനിലേക്ക് ആ മസാലയൊക്കെ നന്നായി പുരട്ടി കൊടുക്കാം. നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ മസാല ആക്കി മീനിലേക്ക് പുരട്ടി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ പിടിച്ചോളും ഈ മസാലയൊക്കെ. അപ്പോഴത്തേക്ക് നമ്മളുടെ മീൻകറി ആകുമ്പോഴേക്കും നമുക്കിത് പൊരിച്ചെടുക്കുകയും ചെയ്യും. നമ്മുടെ മുളക് വറ്റിച്ചത് നല്ല ഫിഷ് ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.